സുഗമോദേവി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദേവിക പടിയിറങ്ങിയതിന്റെ ദേഷ്യത്തിൽ പ്രഭയാണെങ്കിൽ നന്ദനെ ചോദ്യം ചെയ്യുന്നുണ്ട്. ഇസബല്ലയും മൊത്ത് ഒരു ദിവസം മുഴുവനും ഒരു റൂമിൽ കഴിച്ചു കൂട്ടിയത് ഒട്ടും ശരിയായില്ല എന്നും ഏതൊരു ഭാര്യയ്ക്കും അത് സഹിക്കില്ല എന്നും താൻ ചെയ്തത് 100% തെറ്റാണെന്നൊക്കെ നന്ദനെ പറഞ്ഞു ബോധ്യപ്പെടുത്തുന്നു. താൻ ഒരിക്കലും ദേവിയല്ലാതെ മറ്റൊരു പെണ്ണിന്റെ ദേഹത്ത് പോലും തൊടില്ല എന്നും മറ്റൊരു പെണ്ണിന്റെ മനസ്സിൽ പോലും ചിന്തിക്കാൻ കഴിയില്ല എന്നും നന്ദനാണെങ്കിൽ പ്രഭാവതിയെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നു. പക്ഷെ പ്രഭയാണെങ്കിൽ നന്ദന്റെ മേലെയാണ് തെറ്റെന്ന് ആവർത്തിച്ച് പറയുകയാണ്. ദേവിയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും വീട്ടിലെത്തി ശാരികയോടും രാധികയോടും മാധവനോടായിട്ട് പറയുന്നു. സത്യങ്ങൾ അറിയുന്ന മാധവനും ശാരികയും ദേവികയെ സപ്പോർട്ട് ചെയ്യണം. പക്ഷെ മന്ത്രിസ്ഥാനം MLA സ്ഥാനം രാജിവെക്കണമെന്ന് ദേവിക പറയുമ്പോൾ അത് വേണ്ട എന്നിങ്ങനെ ശാരിക പറയുകയാണ്. എന്തുണ്ടെങ്കിലും ഫേസ് ചെയ്യാനായിട്ട് ചേച്ചി ഇനി പഠിക്കണം. പിന്നെ നന്ദേട്ടന്റെ കാര്യം അതിനും അടഞ്ഞ ചാപ്റ്ററായിട്ട് മുന്നോട്ട് കൊണ്ടുപോയാൽ മതി എന്നൊക്കെ ശാരി ദേവിയെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. അങ്ങനെ നന്ദനാണെങ്കിൽ ഇസബല്ല വിളിച്ചത് കൊണ്ട് തന്നെ അവളുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. എത്തിയ ഉടനെ നന്ദൻ പൊട്ടിക്കരയുകയാണ് ചെയ്യുന്നത്. എനിക്ക് എന്റെ ദേവിയെ വിട്ട് ഒരു നിമിഷം പോലും നിൽക്കാനായിട്ട് കഴിയില്ല. അവൾ എന്നേക്കുമായിട്ട് എന്റെ ജീവിതത്തിൽ നിന്നും ഇറങ്ങിപ്പോയി. എനിക്കത് സഹിക്കാനായിട്ട് കഴിയുന്നില്ല. എനിക്ക് എന്റെ ദേവികയെ വേണം. എല്ലാത്തിനും കാരണം എന്റെ മണ്ടത്തരമാണ്. ഞാൻ ഒരിക്കലും ഋഷിയെ കൊല്ലരുതായിരുന്നു. അതുകൊണ്ടല്ലേ എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരയുമ്പോൾ കെവിൻ ആണെങ്കിൽ സമാധാനിപ്പിക്കാനായിട്ട് നോക്കുന്നുണ്ട്. ഇസബല്ലയ്ക്കാണെങ്കിൽ ദേവികയെ കുറിച്ച് മാത്രം പറഞ്ഞ് നന്ദൻ കരയുന്നത് കാണുമ്പോൾ ദേഷ്യം കടിച്ചമർത്തിക്കൊണ്ടിരിക്കുകയാണ്. അവളാണെങ്കിൽ എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യും നന്ദൻ, എത്രയും പെട്ടെന്ന് ദേവികയോട് പോയിട്ട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയേ. ശിഷ്ടകാലം നീ ജയിലിലാവും. പിന്നെ നിന്നെ രക്ഷിക്കാനായിട്ട് ഞാൻ മാത്രമേ കാണുള്ളൂ. ഈ പറയുന്ന ജീവനതുല്യം സ്നേഹിക്കുന്ന ദേവി പോലും ഉണ്ടാവില്ല എന്നൊക്കെ പറയുമ്പോൾ ഇനിയിപ്പോ അത് തന്നെയായിരിക്കും നല്ലത്. എനിക്ക് എന്റെ ദേവിയോടെല്ലാം സത്യങ്ങളും തുറന്നു പറയണമെന്നൊക്കെ നന്ദൻ പറയുന്നു. ഇതുകൂടി കേൾക്കുമ്പോൾ ഇസബല്ലയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. അവളാണെങ്കിൽ നന്ദനോട് കടുപ്പിച്ച് സംസാരിക്കുകയാണ്. എന്തായാലും നന്ദന്റെ മാനസിക നില തെറ്റിയ രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നീട് ഋഷിയാണെങ്കിൽ അരുന്ധതിയോട് തന്റെ പ്ലാനിങ് ഒക്കെ തന്നെ ലക്ഷ്യം കാണാൻ തുടങ്ങിയെന്നിങ്ങനെ അറിയിക്കുന്നുണ്ട്. നീ എന്തൊക്കെയാ പറയുന്നതെന്ന് അരുന്ധതി ചോദിക്കുമ്പോൾ അതേ അമ്മേ, നമ്മൾ ആഗ്രഹിച്ചതുപോലെ തന്നെ ചന്ദ്രത്ത് വീട് തകരാനായിട്ട് പോവുകയാണ്. തകർന്നു എന്ന് വേണമെങ്കിൽ പറയാം. പ്രഭാവതി ഒരുപാട് കൊതിച്ച തന്റെ മകന്റെ ജീവിതം അതില്ലാതെയായിരിക്കുന്നു. ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ എന്റെ റീനയെ കൊന്നൊടുക്കിയ അവർക്ക് ദൈവം കൊടുത്ത ഏറ്റവും വലിയ ശിക്ഷ. എന്തായാലും താനിപ്പോൾ ഒരുപാട് ഹാപ്പിയാണെന്നൊക്കെ പറയുമ്പോൾ ഇത് കേട്ട് അരുന്ധതി ചോദിക്കുന്നുണ്ട്, നീ കാര്യം എന്താന്ന് വെച്ചാൽ തെളിച്ച് പറയുന്നത്. അത് പിന്നെ അമ്മേ, ആ ദേവിക ഉണ്ടല്ലോ എന്നേക്കുമായിട്ട് നന്ദനെ വേണ്ടെന്ന് വെച്ച് പടിയിറങ്ങി. ഇത് കേൾക്കുമ്പോൾ അരുന്ധതിയാണെങ്കിൽ ആകെ ഷോക്കാവുകയാണ്. മോനെ, നീ എന്തീ പറയുന്നത്? ആരോടും ഒരു ശത്രുതയും വേണ്ട. എന്ത് കാരണം കൊണ്ടാണ് ദേവിക ഇറങ്ങിപ്പോയതെന്നൊക്കെ ചോദിക്കുമ്പോൾ അത് പിന്നെ ഇസബല്ലയെയും നന്ദനെയും ഒരു റൂമിൽ വെച്ച് ഹോം സ്റ്റേയിൽ കണ്ട് പിടികൂടിയെന്നൊക്കെ പറയുമ്പോൾ അരുന്ധതിയാണെങ്കിൽ ആകെ ഷോക്കാവുകയാണ്. നടന്ന കാര്യങ്ങളൊക്കെ ഋഷി പറയുമ്പോൾ തന്നെ അരുന്ധതിക്ക് അങ്ങോട്ട് ദഹിക്കുന്നില്ല. അരുന്ധതി പറയുന്നുണ്ട്, സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞാൽ ദേവിയെയും നന്ദനെയും വീണ്ടും ഒരുമിപ്പിക്കണമെന്ന് പറയുകയാണ്. അമ്മ ഒന്നും മിണ്ടാതിരുന്നേ. അമ്മയായിട്ട് ഇതിൽ ഇടാനായിട്ട് നിൽക്കേണ്ട. നമുക്കിവിടെ ആഘോഷങ്ങൾ തകൃതമായി തന്നെ നടത്തണം, ദേവിയും നന്ദനും പിരിഞ്ഞതിൽ. ഇത് കേൾക്കുമ്പോൾ തന്നെ അരുന്ധതിക്കാണെങ്കിൽ ആകെ ദേഷ്യം വരികയാണ്. അവർക്കാണെങ്കിൽ ചെറിയൊരു കുറ്റബോധം തോന്നുന്നുണ്ട്. കാരണം ഒരു പകപോക്കലും വേണ്ട എന്ന് അരുന്ധതി ഓൾറെഡി തീരുമാനിച്ച കാര്യമാണ്. എന്തായാലും അവസാനം അരുന്ധതി തന്നെയായിരിക്കും ഈ ഒരു ചതിക്കളി പൊളിക്കാനായിട്ട് പോകുന്നത്. അങ്ങനെ നന്ദനാണെങ്കിൽ മുരളിയുമായിട്ട് സംസാരിക്കുന്നുണ്ട്. ദേവികയോട് എങ്ങനെയെങ്കിലും തന്നോടൊപ്പം വരാനായിട്ട് പറയണമെന്ന് പറയുമ്പോൾ മുരളി പറയുന്നുണ്ട് താൻ സംസാരിച്ച് നോക്കാമെന്ന്. ദേവിയെ വിളിക്കുന്നു. പക്ഷെ ദേവിയാണെങ്കിൽ പോയി പണി നോക്കാൻ പറ എന്നുള്ള രീതിക്കൊക്കെയാണ് സംസാരിക്കുന്നത്. എന്തായാലും ദേവി ഉറച്ച നിലപാടിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇസബല്ലയാണെങ്കിൽ ഇപ്പോൾ തന്നെ നന്ദനുമായിട്ടുള്ള പുതിയ ജീവിതത്തെക്കുറിച്ച് സ്വപ്നം കണ്ട് തുടങ്ങുകയാണ്. ദേവിയുടെ വിടവ് നികത്താനായിട്ട് അവൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ കാത്തിരിക്കാം കിളിയൻ എപ്പിസോഡ്സിനായിട്ട്. ബൈ ബൈ.